അനീയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അനിയെ അന്വേഷിച്ചിട്ട് നമ്മളെ നന്ദു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നന്ദുവിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആകെ വിഷമത്തിൽ നമ്മളെ നന്ദു ആണെങ്കിൽ തിരിച്ച് സ്റ്റേഷനിലേക്ക് വരുന്നിട്ട് AC അടുത്ത് പറയുന്നുണ്ട്, നമ്മൾ അങ്ങനെ അത്രയ്ക്കും അവൻ്റെ അടുത്ത് ക്രൂരമായിട്ട് ഞാൻ പെരുമാറണ്ടായിരുന്നു, അവനിക്ക് ഒന്നാമതേ മനസ്സിന് കട്ടിയില്ലാത്തതാണെന്നൊക്കെ ഇങ്ങനെ പറയും. അവനങ്ങനെ തീരെ മദ്യം വെക്കാത്ത ഒരാളാണ്, അന്ന് തന്നെ കണ്ടില്ലേ നമ്മളെ മുമ്പിൽ മദ്യം വെച്ചിട്ട് വന്നത്, അവനങ്ങനെ മദ്യം ഒന്നും വെക്കാത്ത ആളാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ നമ്മളെ നന്ദു ആണെങ്കിലും എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് ആലോചിച്ചിട്ടാണെങ്കിൽ മൊത്തത്തിൽ ടെൻഷൻ ആവുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്നിട്ടും നന്ദു ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളെ ഗോവിന്ദൻ പറയുന്നുണ്ട്, എന്തായാലും വേണ്ടായിരുന്നു മോളെ, മനസ്സിന് കട്ടിയില്ലാത്ത പയ്യനെ ഇനി എന്തെങ്കിലും കടുകൈ വല്ലതും ചെയ്യുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നന്ദു ആണെങ്കിൽ കനകയെടുത്ത് പറയുന്നുണ്ട്, അമ്മ അവനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല, അവനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഭയങ്കര സങ്കടത്തോടാണ് നമ്മൾ നന്ദു പറയുന്നത്. പിന്നെ കാണിക്കാൻ നമ്മളെ ദേവയാനിയാണ്. ദേവയാനിയും അവരെല്ലാവരും അനിയെ കാണാത്തതിൻ്റെ വിഷമത്തിലും ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ ദേവയാനി ജയൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട്, പിന്നെ എന്തായാലും നമ്മൾ അനിക്ക് ഇങ്ങനത്തെ ഒരു ജീവിതമായി പോയല്ലോ, കിട്ടിയത് എന്താ ചെയ്യാനാന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവരും സങ്കടത്തോടെയൊക്കെ പറയണം കേട്ടോ. പക്ഷേ കാണിക്കാൻ നമ്മൾ അനാമികയാണെങ്കിൽ പിന്നെ ഒരു വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അനി വരാത്തതിൽ സന്തോഷമേ ഉള്ളൂ. അപ്പോൾ അനി വന്നില്ലെങ്കിൽ ആ സ്വത്തുക്കളെല്ലാം അവൾക്ക് കിട്ടുമല്ലോ, അങ്ങനെയുള്ള ഒരു സന്തോഷത്തിലാണ് നമ്മൾ അനാമിക നിൽക്കുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണേ.